സക്സസ് ഫയലിലേക്ക് സ്വാഗതം. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവന? പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്നത് ആരുടെ പ്രസ്താവനയാണ്? വില്യം ബെന്റിക് പ്രഭുവിന്റെ പ്രസ്താവനയാണ്. വില്യം ബെന്റിക് പ്രഭു. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ശരി. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താത്യ തോപ്പിയും. ബീഗം ഹസ്രത്ത് മഹലായിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒന്ന് മാത്രമാണ്. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാർ ആരൊക്കെയാണ്? നാനാ സാഹിബ്, താത്യ തോപ്പി. നാനാ സാഹിബ്, താത്യ തോപ്പി. ബീഗം ഹസ്രത്ത് മഹലായിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക എന്ന് പറയുന്നു. ഫൈസാബാദിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഇനി ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹൽ നേതൃത്വം കൊടുത്തത് എവിടെയാണ്? ലക്നൌവിലാണ്. ലക്നൗ. അടുത്ത ചോദ്യം, ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഇനി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതിലാണ്? പ്രോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത്. പ്രോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നത് ആരുടെ പുസ്തകമാണ്? ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ്. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ചോർച്ച സിദ്ധാന്തം ദാദാഭായ് നവറോജി അവതരിപ്പിച്ച പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ പ്രോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് സ്ഥാപിച്ച സംഘടന ഏതാണ്? അലിഗഡ് പ്രസ്ഥാനമാണ്. അലിഗഡ് പ്രസ്ഥാനം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ. ഇവിടെ തന്നിരിക്കുന്നു അമൃത് ബസാർ പത്രിക, സ്വദേശി ചിത്രം, മിറാദ് ഉൽ അക്ബർ, സംബാദ്, കൗമുദി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3, 4 എന്നിവ. മിറാദ് ഉൽ അക്ബർ, സംബാദ്, കൗമുദി എന്നീ പത്രങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്, തുടക്കം കുറിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലനെയാണ്. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ വിശേഷിപ്പിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്ന ജില്ല. ശബരി ആശ്രമം. ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട ശബരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല. EV രാമസ്വാമി നായ്ക്കറുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം. 2024 G7 ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഇറ്റലിയിലാണ്. 2024 G7 ഉച്ചകോടി നടന്നത്. 2025 G7 ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? കാനഡയിലാണ്. 2025
G7 ഉച്ചകോടി. 2025 കാനഡ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ടത്. അപ്പൊ സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശം ആദ്യം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതായിരുന്നു. പിന്നീട് അത് നിയമാവകാശമായി മാറി. നിയമാവകാശം. സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശം ഇപ്പോൾ ഏത് തരത്തിലുള്ള അവകാശമാണ്? നിയമാവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ? ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മാത്രം. സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാം. സുപ്രീം കോടതി, ഹൈക്കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് എത്രാമത്തെ അമെൻമെന്റ് ആണ്? 106ാമത്തെ അമെൻമെന്റ് പാസ്സായത് 2023. അടുത്തത്, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? തന്നിരിക്കുന്നു. സ്ഥിരതയോടുകൂടിയ വളർച്ച, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വാശ്രയത്വം, ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 3 എന്നിവ. സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്? 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ എന്തെല്ലാം? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3. സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം എന്നീ മാർഗങ്ങളാണ്. ഏതൊക്കെയാണ്? സൈനിക ഉടമ്പടി, ലയനക്കരാർ, അനുരഞ്ജനം. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങളാണ് സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം എന്നിവ. അടുത്ത ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ്? ഗഗൻയാൻ ആണ്. ഗഗൻയാൻ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ സഫേദ് സാഗർ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത മനു ഭാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറമാണ്. മൗണ്ട് K2 കാരക്കോറം. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പാണ്. ഇരുമ്പ്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്?
ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് 2003-ലാണ്. 2003. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഇന്ത്യയുടെ വിസ്തൃതി ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7-ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ? 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ല. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏതാണ്? ചക്കയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ട് ചക്കയെ പ്രഖ്യാപിച്ചത് 2018-ആണ്. 2018. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തത് ഏത്? കഥാപാത്രം അല്ലാത്തത് ഓപ്ഷൻ സി ആണ്, സുമതി. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി 30%. 30%. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല വയനാടാണ്. വയനാട്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ല. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ശാസ്താംകോട്ട കായലാണ്. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. വന്യജീവി സങ്കേതങ്ങൾ, സംരക്ഷിത ജീവികൾ എന്നിവ. ഇവിടെ തന്നിരിക്കുന്നത് റീഡ് തവളകൾ, ചാമ്പൽ മലയണ്ണൻ, സിംഹവാലൻ കുരങ്ങ്, വരയാട് എന്നിവയാണ്. പി ജീവികൾ സംരക്ഷിക്കപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് എന്നതായിട്ടാണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. റീഡ് തവളകൾ കക്കയത്താണ്. റീഡ് തവളകൾ കക്കയം. ചാമ്പൽ മലയണ്ണൻ ചിന്നാർ. സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലിയിലാണ്. സിംഹവാലൻ കുരങ്ങ് എവിടെയാണ്? സൈലന്റ് വാലി നാഷണൽ പാർക്കിലാണ്. അടുത്തത് വരയാട് ഇരവികുളത്താണ്. റീഡ് തവളകൾ എവിടെയാണ്? കക്കയത്താണ്. ചാമ്പൽ മലയണ്ണൻ ചിന്നാറാണ്. സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലി. വരയാട് ഇരവികുളം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റം ഇന്ദിരാക്കോൾ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 3214 കിലോമീറ്റർ ആണ്. 3214 കിലോമീറ്റർ. ഇനി ഇന്ത്യയുടെ മാനകരേഖാംശം എന്നത് 82.5 ഡിഗ്രി പൂർവ്വരേഖാംശമാണ്. ഇന്ത്യയുടെ മാനകരേഖാംശം 82.5 ഡിഗ്രി പൂർവ്വരേഖാംശമാണ് ഇന്ത്യയുടെ മാനകരേഖാംശം. വടക്കേ അറ്റത്ത് ഇന്ദിരാ കോളാണ്. തെക്കേ അറ്റത്ത് ഇന്ദിരാ പോയിന്റ് ആണ്. അടുത്തത് ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക.
ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ബക്രാനങ്കൽ. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നാഗാർജുന സാഗർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 4 എന്നിവ ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഹിരാക്കുഡ് അണക്കെട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. ആദ്യത്തെ പ്രസ്താവന എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ബക്രാനങ്കൽ പ്രൊജക്റ്റ് ആണ്. ബക്രാനങ്കൽ പദ്ധതിയാണ് ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ നദീതട പദ്ധതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തേത് ദാമോദർ നദീതട പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ബക്രാനങ്കലാണ്. ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ദാമോദർ നദീതട പദ്ധതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ട് ഏതെന്ന് ചോദിച്ചാൽ നാഗാർജുന സാഗർ ആണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോകസഭയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലോകസഭയുമായിട്ട് ബന്ധമില്ലാത്തത് ഏത് എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3 എന്നിവ. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ ശരി. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ഇത് ലോകസഭ ശരി. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? രാജ്യസഭയാണ് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് അറിയപ്പെടുന്നത്. സ്പീക്കറാണ് ലോകസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത്. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ രചയിതാക്കൾ തന്നിരിക്കുന്നു, റൈറ്റ് സൈഡിൽ കൃതികൾ തന്നിരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വരാഹമിഹിരൻ ലഘുജാതകം. കാളിദാസൻ വിക്രമോർവശീയം രചിച്ചതാരാണ്? കാളിദാസൻ. വിശാഖദത്തൻ മുദ്രാരാക്ഷസം എന്ന കൃതി ആരുടേതാണ്? വിശാഖദത്തൻ. ശൂദ്രകൻ മൃച്ഛകടികം. ഒന്നും കൂടി നോക്കാം. വരാഹമിഹിരൻ ലഘുജാതകം, കാളിദാസൻ വിക്രമോർവശീയം, വിശാഖദത്തൻ മുദ്രാരാക്ഷസം, ശൂദ്രകൻ മൃച്ഛകടികം. അടുത്ത ചോദ്യം, കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. ആദിത്യ L1 വിക്ഷേപിച്ചത് PSLV C-57. സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് ആഗസ്റ്റ് കോംതെ. സമൂഹശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആഗസ്റ്റ് കോംതെ. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏതാണ്? അർജന്റീനയാണ്. ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? തെക്കേ അമേരിക്ക. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക മണ്ണ് ദിനത്തിന്റെ സന്ദേശം. 2023 ലോക മണ്ണ് ദിനത്തിന്റെ സന്ദേശം മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നാണ്. ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 5 ആണ്. ലോക മണ്ണ് ദിനം ഡിസംബർ 5. 2024 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് മണ്ണ് പരിപാലനം, അളക്കുക, നിരീക്ഷിക്കുക, കൈകാര്യം ചെയ്യുക എന്നാണ്. മണ്ണ് പരിപാലനം, അളക്കുക, നിരീക്ഷിക്കുക, കൈകാര്യം ചെയ്യുക.
അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. അന്റോണിയോ ഗുട്ടറസിന്റെ ജന്മദേശം ഏതാണ്? പോർച്ചുഗലാണ്. പോർച്ചുഗൽ. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക്? 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ്. ക്ലോഡിയ ഗോൾഡിൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവന. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, ബില്ലസ്ലുകൾ കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ചെറുകുടലുമായിട്ട് യോജിക്കുന്ന പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ചെറുകുടൽ. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിലാണ്. ബില്ലസ്ലുകൾ ചെറുകുടലിൽ കാണപ്പെടുന്നു. ജലവും ലവണവും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. 3 ശരിയാണ്. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എ. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം. ദേശീയ വനനയം നിലവിൽ വന്നത് 1988. ദേശീയ വനനയം നിലവിൽ വന്നത് 1988. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? റെഡ് ഡാറ്റ ബുക്ക് IUCN ആണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് 2024 ലോക പരിസ്ഥിതി ദിനം ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യയാണ്. 2025 ആതിഥേയത്വം വഹിക്കുന്നത് സൗത്ത് കൊറിയയാണ്. സൗത്ത് കൊറിയ അല്ലെങ്കിൽ ദ റിപ്പബ്ലിക് ഓഫ് കൊറിയ 2025. രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര്. രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായിട്ട് സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയാണ് ZIG. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുക്കുന്നവയിൽ നിന്ന് കറിയുപ്പിന്റെ രാസനാമം തിരഞ്ഞെടുക്കുക. കറിയുപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് ആണ്. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ്. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ളത് രാസോർജമാണ്. രാസോർജം. മനുഷ്യന് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി. മനുഷ്യന് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് മനുഷ്യന് കേൾക്കുവാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും. 4 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസം വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായിട്ട് നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. എല്ലാം ശരിയാണ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. ശരിയാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസം വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. ശരിയാണ്. രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ശരിയാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായിട്ട് നിർമ്മിക്കപ്പെടുന്നില്ല, അതുപോലെ നശിപ്പിക്കപ്പെടുന്നുമില്ല. എല്ലാ ധാതുക്കളും അയിരാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. മുകളിലെ പ്രസ്താവനകളിൽ ഓപ്ഷൻ എ ആണ്. 2 മാത്രം ശരിയാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. 2023 രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്ക് ലഭിച്ചു? 3 പേർക്ക്. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് 3 പേർക്കാണ്. 2023 ലഭിച്ചത് മോഗി ഭവൻഡി, ലൂയിസ് ബ്രൂസ്, അലക്സേ എക്കിമോവ് എന്നിവർക്കാണ്.
2024 ലഭിച്ചത് ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹെസാബിസ്, ജോൺ എം ജമ്പർ എന്നിവർക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏത്? പ്രോട്ടോസോവ. മലമ്പനി വരുത്തുന്നത് പ്രോട്ടോസോവയാണ്. രക്തം കട്ടുപിടിക്കുവാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. രക്തം കട്ടുപിടിക്കുവാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കുന്നത് EEG ആണ്. EEG. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് KARSAP. കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത. പ്ലാസ്മോഡെസ്മേറ്റയാണ്. പ്ലാസ്മോഡെസ്മേറ്റ. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാതയാണ് പ്ലാസ്മോഡെസ്മേറ്റ. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി നെഗ്ലേറിയ ഫൗലേറി. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിന്റെ രോഗകാരി നെഗ്ലേറിയ ഫൗലേറി. ശ്വാസകോശത്തെ ആവരണം ചെയ്തു കാണുന്ന സ്ഥലം. ശ്വാസകോശത്തെ ആവരണം ചെയ്തത് പ്ലൂറയാണ്. പ്ലൂറ. താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ. പോർട്ടൽ സിരം. ഓപ്ഷൻ ബി ആണ് 2, 4 എന്നിവ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. ഏതാണ്? പോർട്ടൽ സിര. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു. പോഷക ഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂർ. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആസാമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആസാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.